ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് കുറച്ച് സൺസ്ക്രീൻ റെക്കമെൻഡേഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന സൺസ്ക്രീൻസ് കൂടുതലായിട്ടും നോർമൽ ടു ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആവുന്നതാണ്. ഇത് മുഴുവൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻസ് മാത്രം കേട്ടോ. ഇപ്പം മാർക്കറ്റിൽ ഇതിലും നല്ല സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ നമ്മൾ ക്യാഷ് ഒക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല സൺസ്ക്രീൻ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള കുറച്ച് സൺസ്ക്രീൻ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാത്രം കേട്ടോ. ഇതിലും നല്ല സൺസ്ക്രീൻസ് ഒക്കെ നോർമൽ ടു ഓയിലി സ്കിന്നിന് പറ്റിയ ഒരുപാട് സൺസ്ക്രീൻസ് മാർക്കറ്റിലുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടുതൽ വീഡിയോസും എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ്. അതായത് എൻ്റെ ബൈബോൺ ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു കളറ് ഞാൻ എങ്ങനെ തിരിച്ചെടുത്തു. അതായത് ടീനേജ് പ്രായത്തിൽ എൻ്റെ സ്കിൻ നന്നായിട്ട് തന്നെ ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ആ ഒരു ടാന് പിഗ്മെന്റേഷൻ ഒക്കെ ഞാൻ എങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്ന രീതിക്കുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുവഴിയാണ് എന്നെ കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഈ ഒരു ഫാമിലിയിലുള്ള കൂടുതൽ ആൾക്കാർക്കും അവരുടെ സ്കിന്ന് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു സ്കിന്ന് ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് വർക്കൗട്ട് ആയ ചില റെമഡീസ് ഉണ്ടാവും അല്ലെങ്കിൽ ചില പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പം അത് നിങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ, അപ്പം നിങ്ങളിപ്പോൾ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടെ ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. ഇപ്പം നിങ്ങൾക്ക് നല്ലോണം വർക്കായിട്ടുള്ള എന്തെങ്കിലും ഹോം റെമഡി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഈ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുമ്പം അത് മറ്റൊരാൾക്ക് നല്ല രീതിക്ക് തന്നെ ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പും നിങ്ങളുടെ കൺസേൺ എന്തായിരുന്നു എന്ന് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും നല്ല സൺസ്ക്രീനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് പണി കിട്ടിയ, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത 2 സൺസ്ക്രീനാണ് ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോട്ടസിൻ്റെ ആണ്. കാരണം ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആമസോണിൽ നിന്ന് എങ്ങാണ്ട് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തൊരു സൺസ്ക്രീനാണ് ലോട്ടസിൻ്റെ. അപ്പോൾ അന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അന്ന് അത് ഉപയോഗിച്ചിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ മുഖത്ത് പിമ്പിൾസ് വന്നിട്ടുണ്ട്, കുരുക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടീനേജ് പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വല്ലാണ്ട് പ്രൈസ് കുറഞ്ഞ സൺസ്ക്രീൻസ് നോക്കുമ്പോൾ ലോട്ടസിൻ്റെ ഒന്നും പോയി മേടിക്കരുത്, നിങ്ങൾക്ക് പണി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് മേടിച്ചിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ സാധനം. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. പക്ഷേ 3 വർഷത്തിന് മേലെയായി ഈ സൺസ്ക്രീൻ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ആകെ 1-2 പ്രാവശ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ പൊതുവേ ടീനേജേഴ്സ് ആയാലും നമ്മൾ നോക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ സൺസ്ക്രീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 349 പ്രൈസ് റേഞ്ച് വരുന്നത്. പക്ഷെ അന്നത്തെ ഓഫറിൽ എനിക്ക് 200 സംതിങ്ങിനാണ് ഇത് കിട്ടിയത്. അപ്പം അത്രയും വില കുറവല്ലേന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചൊരു സാധനമാണിത്. ഫസ്റ്റ് യൂസ് തന്നെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. കാരണം അത്രയും വൈറ്റ് കാസ്റ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. സംഭവം ഇത് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയൊരു സൺസ്ക്രീൻ ഒക്കെയാണ്. ഭയങ്കര ഫ്ലൂയിഡ് ടൈപ്പിലൊക്കെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നതൊക്കെ. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്നത് അപാരമാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് കൂടിയിട്ടുണ്ട്. ഞാൻ കുറച്ചാക്കിയിട്ട് കാണിച്ചു തരാം. വൈറ്റ് കാസ്റ്റ് ഭയങ്കരമാണ്. നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് അപ്ലൈ ചെയ്താലും ഇതിൻ്റെ വൈറ്റ് കാസ്റ്റ് പോകുന്നില്ല. ഇപ്പം ഞാൻ ഓവറായിട്ട് എടുത്തോണ്ട് ഞാൻ കുറച്ചത് കയ്യിലെടുത്ത് എന്നിട്ടും ഇതെങ്ങനെ ആക്കിയാലും ഇതിൻ്റെ ഇത് വൈറ്റ് കളറിൽ തന്നെ എപ്പോഴും ഇങ്ങനെ ഇരിക്കും. ഈ ഒരു വൈറ്റ് കാസ്റ്റ് നമ്മുടെ ഫേസിൽ നിന്ന് അങ്ങനെ പോവുകയില്ല. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അവിടെ ആയിട്ട് ഇങ്ങനെ വൈറ്റ് കളറിൽ തന്നെ, ഈ പണ്ടത്തെ ഫോറിൻ ക്യൂൻസ് ഒക്കെ വൈറ്റ് മേക്കപ്പ് ഇട്ട പോലെയാണ് നമ്മുടെ മുഖം ഉണ്ടാവുക. അത്രയും വൈറ്റ് കാസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾ ആരും മേടിച്ച് പണി മേടിക്കാതിരിക്കുക. പിന്നെ ഈ 2 സൺസ്ക്രീന് ശേഷം ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത് അക്കോലോജിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ്. അപ്പോൾ അതിൽ വരികയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് മേടിച്ചിട്ടുള്ള അതിലെ പപ്പായ, അതായത് ആ യെല്ലോ ബോട്ടിൽ വരുന്ന ആ ഒരു സൺസ്ക്രീനാണ്. അതിൻ്റെ ഒന്നും ബോട്ടിൽസ് എൻ്റെ കയ്യിലില്ല. കാരണം അത് ഫുള്ളി യൂസ് ചെയ്തിട്ട് അത് പകുതി മുറിച്ചിട്ട് അതിനെ തോണ്ടി എടുത്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ബോട്ടിൽസ് അതിൻ്റെ സാമ്പിളോ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പം അതിൽ ആ യെല്ലോ ബോട്ടിൽ വരുന്ന സൺസ്ക്രീൻ അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നും കൂടെ ഈ ഒരു ഡ്രൈ ടു നോർമൽ സ്കിന്നിനായിരിക്കും അതൊന്നും കൂടെ സ്യൂട്ട് ആവുക. കാരണം അതൊരു ഡ്യൂവി ഫിനിഷാണ് കിട്ടുന്നത്. അതൊരു കുറച്ചും കൂടെ ഫേസ് ഒന്നും കൂടെ ഡ്യൂവി ലുക്കാണ് തരുന്നത്. അപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എപ്പോഴും ഒരു മാറ്റ് ഫിനിഷാണ്. അപ്പോൾ ആ ഒരു സൺസ്ക്രീൻ തരുന്നത് എപ്പോഴും ഒരു ഡ്യൂവി ഫിനിഷാണ്. പക്ഷെ അക്കോലോജിക്കെ തന്നെ
അതിൻ്റെ കോക്കനട്ട് വാട്ടർ അതാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, ഒരു ഗ്രീൻ ബോട്ടിൽ വരുന്ന ആ ഒരു സൺസ്ക്രീൻ ഉണ്ട്. അതൊന്നും കൂടെ നമ്മുടെ ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആവും. അതേപോലെ തന്നെ അതിൽ തന്നെ വാട്ടർ മെലണും ചെറി ടൊമാറ്റോ ആണെന്ന് തോന്നുന്നു ഒരു റെഡ് ബോട്ടിൽ. ഇത് രണ്ടും ഇത് മൂന്നും നമുക്ക് ഓയിലി സ്കിന്നിന് അല്ലെങ്കിൽ നോർമൽ ടു ഓയിലി സ്കിന്നിന് ഒന്നും കൂടെ സ്യൂട്ട് ആവുന്നതാണ്. ഇതിലൊക്കെ എനിക്ക് തോന്നുന്നു SPF 50+ മേലെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ SPF 50+ മേലെ ഉള്ളത് മാത്രം നോക്കുക, അല്ലെങ്കിൽ SPF 50 എങ്കിലും മിനിമം നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു 3, അതായത് അക്കോലോജിക്കെ തന്നെ 4 വേരിയൻസ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആ പപ്പായൻ്റെ യെല്ലോ ബോട്ടിലും, അതേപോലെ തന്നെ കോക്കനട്ട് വാട്ടർ മെലൺ, അതുപോലെ ചെറിയ ടൊമാറ്റോ. അതിൽ ഈ യെല്ലോ ബോട്ടിൽ വരുന്നത് എനിക്ക് കൂടുതലും ഡ്രൈ ടു നോർമൽ സ്കിന്നിനും, പിന്നെ അതിൽ വരുന്ന വാട്ടർ മെലൺ, കോക്കനട്ട് വാട്ടർ, ചെറി ടൊമാറ്റോ, ഈ 3 നോർമൽ ടു ഓയിലി സ്കിന്നിനും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ മിനിമലിസ്റ്റിൻ്റെ. ഇത് ഒരുപാട് ഹൈപ്പിൽ വന്നിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. ഇതെനിക്ക് നല്ല രീതിക്ക് തന്നെ വർക്കായിട്ടുണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ ടാന് കാര്യങ്ങൾ കുറേ റെഡ്യൂസ് ആയതുപോലെ ഫീൽ ആയിട്ടുണ്ട്. അപ്പം ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് SPF 15 ഉണ്ട്, PA++++ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും പ്രൊട്ടക്ഷൻ ഈ ഒരു സൺസ്ക്രീൻ തരുന്നുണ്ട്. പിന്നെ അതിൽ കൂടാതെ തന്നെ ഈ ഒരു സൺസ്ക്രീനിൽ നയാസൈൻമേഡ്, വിറ്റമിൻ B7, വിറ്റമിൻ F, അങ്ങനെ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണിത്. ഇത് യൂട്യൂബിൽ കുറേ ഹൈപ്പിൽ വന്ന സമയത്താണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലില്ല, സാധനം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 2 വർഷം മുന്നേ ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും നന്നായിട്ട് സ്യൂട്ടായിട്ടുള്ളൊരു സൺസ്ക്രീൻ ആയിരുന്നത്. പക്ഷെ ഇതിൻ്റെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിങ്ങ് ഒലിച്ചു പോകുന്ന പോലെ ഉണ്ടായിരുന്നത്. അത് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ കുറച്ചും കൂടെ ഓയിലി ആയിട്ടുള്ള സിറംസോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ സ്വെറ്റിങ് ഫീലൊക്കെ വന്നിട്ടുണ്ടായിരിക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അതിലാകെ ഇത്തിരി ഉള്ളൂ, അപ്പം അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം മിനിമലിസ്റ്റിൻ്റെ അത് നോക്കുകയാണെങ്കിൽ ഇതിൽ ട്യൂബിൽ ഇല്ല. അപ്പം അതിലുള്ളൊരു ഇച്ചിരി സൺസ്ക്രീൻ്റെ അതാട്ടോ ഞാൻ കാണിച്ചു തരണേ. ഇത് ഞാൻ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇതിന് വല്ലാണ്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ വല്ലാണ്ട് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന സിറംസും കാര്യം ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും, അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ മാറുന്നതാണ്. ഇപ്പോൾ മിനിമലിസ്റ്റിൻ്റെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു വൈറ്റ് കാസ്റ്റ് പോവും. കുറച്ച് മാറ്റ് ഫിനിഷ് ആട്ടോ ഈ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ തരുന്നത്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന സിറംസോ കാര്യമൊന്നും യൂസ് ചെയ്തിട്ട് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ആക്കാതിരിക്കുക. കാരണം ഇത് കുറച്ചും കൂടെ നമ്മുടെ ഫേസ് ഒന്നുകൂടെ ഓയിലി ആക്കും. അല്ലാതെ ഇതൊരു മാറ്റ് ലുക്കാട്ടോ തരുന്നത്. പിന്നെ ഒന്നാണ് നമ്മുടെ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയാസൈൻമേഡിൻ്റെ ഹൈബ്രിഡ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇതും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് വന്നിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ആ ഒരു ടൈമിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പ്ലമ്മിൻ്റെ ആ സിറവും മോയ്സ്ചറൈസറും ഓൾറെഡി ആ ഒരു ടൈമിലുണ്ട്. അപ്പോൾ സിറം ഞാൻ ആ ടൈമിൽ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ ഇതിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ ആ ടൈമിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് നല്ല രീതിക്ക് തന്നെ എഫക്റ്റീവ് ആയിരുന്നു, കാരണം നല്ലൊരു സപ്പിൾ ലുക്ക് തന്നിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ മേടിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ആക്കും, അല്ലെങ്കിൽ നമ്മുടെ ബ്ലെമിഷസ് ഒക്കെ റെഡ്യൂസ് ആക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് തന്നെ ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ചും കൂടെ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ രീതിക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ട്. കുറച്ച് നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് ഉണ്ട്. അപ്പം നോർമൽ സ്കിന്നിന് സ്യൂട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഭയങ്കര സ്വെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല, പക്ഷെ ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്ത രീതി ശരിയല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളിപ്പോൾ നല്ല രീതിക്ക് നല്ലൊരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് പിന്നെ സൺസ്ക്രീൻ ഇട്ട് അത് നല്ല രീതിക്ക് ഡ്രൈ ആക്കിയതിന് ശേഷം എന്തെങ്കിലും പൗഡർ വെച്ചൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇതിലും ഇല്ല, സാധനം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ അതിലില്ല, എങ്ങനെയൊക്കെയോ നെക്കി പിഴിഞ്ഞെടുത്തോണ്ടാട്ടോ ഇത്രയും ലെസ് ക്വാണ്ടിറ്റിയിലുള്ളത്. അപ്പോൾ അത് വെച്ച് ഞാൻ കാണിച്ചു തരാം.
നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മിക്കവാറും മിക്ക സൺസ്ക്രീനും ഒരു വൈറ്റ് കാസ്റ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനും ഉണ്ട്. അങ്ങനെ ക്വിക്ക്ലി അബ്സോർബ് ആവുന്ന ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വലിയ കുഴപ്പമില്ല, ഭയങ്കര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചെറിയ രീതിക്ക് ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ചില സ്കിൻ ടൈപ്പിന് ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇത് കാണുന്നുണ്ടോ എന്താ അറിയില്ല, ചെറിയ രീതിക്കൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്. വല്ലാണ്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ചെറുതായിട്ട് ഈ ഒരു സൺസ്ക്രീന് ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ SPF പ്രൊട്ടക്ഷൻ കൂടുതലുള്ള, അതായത് SPF 55+ ആണ് ഈ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീൻ ഉള്ളത്. അപ്പോൾ ഇതിനും PA++ ഉണ്ട്. അത് കൂടുതൽ മാറ്റ് ലുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൺസ്ക്രീൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എനിക്കെല്ലാം ഇങ്ങനെ ഭയങ്കര ഓയിലി ലുക്ക് തന്ന ടൈമിലാണ് ഞാൻ ഈ ഒരു ഡീകൺസ്ട്രക്റ്റ് മേടിക്കുന്നത്. എനിക്ക് തോന്നുന്നു നല്ല ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങളുടെ ഫേസ് അത്രയും തന്നെ ഓയിലി ആകൂല. പക്ഷെ ഇതിനുള്ള വേറെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യാതിരിക്കുക. അതായത് അങ്ങനെ റബ്ബ് ചെയ്യുമ്പം അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടയായിട്ട് ഇങ്ങനെ തരിതരി പോലെ ആവും. അപ്പം നമ്മളിപ്പോൾ ബ്രെഡിലൊക്കെ ഇങ്ങനെ ക്രീം തേക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാത്രം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നിൽക്കുന്ന ഒരു സൺസ്ക്രീനാണ്, നമുക്കൊരു മാറ്റ് ലുക്കും തരും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് 349 അപ്പോൾ നിങ്ങൾക്ക് പർപ്പിളിലെ നൈക്കയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. അതുപോലെ മിനിമലിസ്റ്റിൻ്റെ പ്ലമ്മിൻ്റെ ഞാൻ പ്രൈസ് പറയാൻ വേണ്ടി മറന്നു, അത് 399 അതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും അതൊരു ഓഫർ പ്രൈസിൽ ഒരു 350 അല്ലെങ്കിൽ 360 ആ ഒരു റേഞ്ചിൽ ഈ രണ്ട് സൺസ്ക്രീനും കിട്ടുന്നതാണ്. അപ്പം ഈ ഒരു സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ടാനിങ് പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ സൺ റിലേറ്റഡ് ഏജിങ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഇത് സോൾവ് ചെയ്യും. അതേപോലെ ഒരു നോൺ ഓയിലി അബ്സോർബേഷൻ ആണ്, അതായത് നമുക്ക് പെട്ടെന്ന് ഇത് അബ്സോർബ് ആവും നമ്മുടെ സ്കിന്നിലോട്ട്. അങ്ങനെ ഭയങ്കര പുറത്ത് ഇങ്ങനെ ഒരു സാധനം ഇട്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുഖത്തിൻ്റെ മേലെന്തോ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുന്ന ഒരു ഫീൽ ചെയ്യുന്നു. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു സംഭവമില്ല. പിന്നെ അതേപോലെ തന്നെ നോ വൈറ്റ് കാസ്റ്റ് ആണ് ഈ ഒരു സൺസ്ക്രീൻ. എനിക്ക് അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീനാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ നോക്കാം. സാധനല്ലേ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ കൺസിസ്റ്റൻസി ആട്ടോ ബാക്കിയുള്ള സൺസ്ക്രീനിന്നൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ചില പ്രൈമർ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ മെബിലിൻ്റെ ആണോ, മെബിലിൻ്റെ ഒരു പ്രൈമർ ഉണ്ട്. അപ്പം ആ ഒരു ഇത് കണ്ടോ, ഞാൻ ഇതാണ് പറഞ്ഞത്, ഭയങ്കര റബ്ബ് ചെയ്യുമ്പം ഇതിന് ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ മാത്രം ചെയ്യുക, ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്യാതെ ജസ്റ്റ് നമ്മളിപ്പോൾ ബ്രെഡിൽ ജാം തേക്കുന്ന പോലെ അല്ലെങ്കിൽ പീനട്ട് ബട്ടറൊക്കെ തേക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ. അല്ലാതെ വല്ലാണ്ട് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പൊടി അല്ലെങ്കിൽ തരികൾ പോലെ കാണാൻ ചാൻസ് ഉണ്ട്. ഇതൊരു പ്രൈമറൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്സ്ചറായിട്ട് അതിന് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. നല്ല രീതിക്ക് മാറ്റ് ഫിനിഷാണ്, ഒരു ഓയിലി ലുക്കോ ഒന്നും നമുക്ക് തരുന്നില്ല. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ഇത് സ്കിപ്പ് ചെയ്യുക. ഈ ഒരു സൺസ്ക്രീൻ ഇത് നല്ല രീതിക്ക് തന്നെ മാറ്റ് ലുക്കാണ്. നമ്മളിപ്പോൾ പ്രൈമറൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബ്ലറാവുന്ന ടൈപ്പാണ് ഈ ഒരു സൺസ്ക്രീൻ. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന സൺസ്ക്രീൻ എൻ്റെ ഫേവറേറ്റ് വണ്ണിലൊന്നാണ് ഈ ഒരു ഡോട്ട് ആൻഡ് ഗീയുടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് SPF 50+ ആണ്, അതുപോലെ തന്നെ PA++++ ഉണ്ട്. അത് ഹൈലറോണിക് ആസിഡ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും അവർക്ക് പോലും സ്യൂട്ട് ആവുന്ന ഒരു സൺസ്ക്രീനാണ് ഇത്. അപ്പം എൻ്റെത് എക്സ്ട്രീമലി ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നിനായാലും നോർമൽ സ്കിന്നിനായാലും ഓയിലി സ്കിന്നിനായാലും ഇത് ഒരുപോലെ സ്യൂട്ടാവും. കാരണം ഇപ്പോൾ എൻ്റെ സിസ്റ്റർക്കാണെങ്കിൽ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ അവർക്ക് ഇത് നല്ലപോലെ തന്നെ സ്യൂട്ടായിട്ടുണ്ട്. കാരണം ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഫേസ് അത്രയും ഡ്രൈ ആക്കില്ല. പക്ഷേ ഇതിൻ്റെ വേറെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോൺ ഓയിലി ഫീലാണ്, അതുപോലെ തന്നെ നോ വൈറ്റ് കാസ്റ്റ് ആണ്, അതുപോലെ UV IR ആൻഡ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ ഇത് കിട്ടുന്നുണ്ട്. ഇതൊരു നോൺ ഓയിലി ഫിനിഷ് നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ തരുന്നുണ്ട്. ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് നമ്മുടെ ഈ ഡോട്ട് ആൻഡ് ഗീയുടെ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 445 നമുക്ക് ഇതും ഓഫർ പ്രൈസിൽ തന്നെ കിട്ടും, പർപ്പിളിൽ, നൈക്കയിൽ അല്ലെങ്കിൽ ആമസോണിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇത് യൂസ് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വല്ലാണ്ട് ഒരു വൈറ്റ് കാസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ഓയിലി ഫീലോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവുന്നുണ്ട്. അത് സൺസ്ക്രീൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.
ചില എനിക്ക് തോന്നുന്നു ഡീകൺസ്ട്രക്റ്റിന് വല്ലാണ്ട് ഞങ്ങനെ സ്വെറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ചില ടൈമിലുണ്ട് ഡീകൺസ്ട്രക്റ്റ് ഞാൻ ചില ടൈമിൽ യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ സ്വെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഭയങ്കരമായിട്ട് സ്വെറ്റ് ആവുന്നത് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്ത ആ സമയത്ത് തന്നെ ബസ്സിന് വേണ്ടി ഓടിയത് കൊണ്ടായിരിക്കും, ഭയങ്കരമായിട്ട് ഓടുന്ന സമയത്ത് വേർക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഭയങ്കര സ്വെറ്റ് ചെയ്ത് സൺസ്ക്രീനൊക്കെ ഒന്ന് പോകുന്ന രീതിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ സൺസ്ക്രീന് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അതൊന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് പൗഡർ വെച്ചൊക്കെ ഒന്ന് സെറ്റ് ആക്കുമ്പോൾ എനിക്ക് സൺസ്ക്രീൻ ഒന്നുകൂടെ ഭയങ്കര സ്വെറ്റ് ആവാതെ ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ആ ഒരു രീതിക്ക് തന്നെ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സൺസ്ക്രീൻ നമ്മൾ പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യാതെ ഒരു 15 മിനിറ്റ് മുന്നെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഫാനിൻ്റെ മുന്നിൽ നിന്ന് ഒന്ന് ഡ്രൈ ആക്കുക, എന്നിട്ട് പുറത്തിറങ്ങുക. അപ്പോൾ ഇതിൻ്റെയും കൺസിസ്റ്റൻസി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഡോട്ട് ആൻഡ് ഗിയുടെ സൺസ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതത്ര ഫ്ലൂയിഡ് അല്ല എന്ന് കരുതി അത്ര തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല. കണ്ടോ, ഇതിപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ കട്ടത്തൈരൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. നമ്മൾ തൊടുമ്പോൾ തന്നെ അങ്ങ് പൊക്കോളും, പെട്ടെന്ന് അബ്സോർബ് ആവും. ഒരു വൈറ്റ് കാസ്റ്റോ കാര്യമൊന്നും ഇത് നമ്മുടെ സ്കിന്നിൽ ലീവ് ചെയ്യൂല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്ന ഒരു സാധനമാണ്. കണ്ടോ, നമ്മൾ അപ്ലൈ ചെയ്ത് ആ ഒരു 1-2 സെക്കൻഡോട് കൂടി തന്നെ ഇത് സ്കിന്നിലോട്ട് അബ്സോർബ് ആവും. സീറോ വൈറ്റ് കാസ്റ്റ് ആണ്, ഒരു രീതിക്കുള്ള വൈറ്റ് കാസ്റ്റ് ഇല്ല, ഒരു മാറ്റ് ഫിനിഷ് തരുന്നുണ്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ തന്നെ യൂസ് ആക്കാൻ പറ്റിയ ഒരു സൺസ്ക്രീനാണ്. അടുത്തതാണ് നമ്മുടെ ഈ വിഷ് കെയറിൻ്റെ നാസൻമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് ലൈറ്റ് ആണ്, അതുപോലെ തന്നെ മാറ്റ് ഫിനിഷും ആണ് തരുന്നത്. ഇത് നമ്മുടെ ഓയിൽ ബാലൻസ് ചെയ്യും, അതുപോലെ തന്നെ സ്കിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതിൽ SPF 50+ വരുന്നുണ്ട്, PA+++ ഉണ്ട്, പിന്നെ ഓട്സിൻ്റെ എക്സ്ട്രാക്റ്റ് അതുപോലെ സെറമൈഡ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരേ ടൈമിൽ നമ്മുടെ ഓയിലും ബാലൻസ് ആക്കുന്നുണ്ട്. പക്ഷെ ഇത് എത്ര തന്നെ മാറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എക്സ്ട്രീം ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇത് ചില ടൈമിൽ കുറച്ചൊരു ഗ്ലോയി ഫിനിഷ്, അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മളിപ്പോൾ മുഖത്ത് ചെറിയ രീതിക്ക് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ആ രീതിക്കാട്ടോ എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ മുഖത്തിന് ഭയങ്കര ഗ്ലോ ആണ്. നമ്മളെന്തോ ഹൈലൈറ്റർ ഒക്കെ ഇട്ടിരിക്കുന്ന രീതിക്ക് ഭയങ്കര ഓയിലി ലുക്ക് എന്നൊന്നും ഞാൻ പറയില്ല. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖത്തിനൊരു ഒരു എന്താ പറയുക, ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടും. അതായത് നമ്മുടെ മുഖത്ത് വേറൊരു ക്രീംസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും മുഖം നല്ല രീതിക്ക് തന്നെ ഒരു നല്ല ഫിനിഷിങ്ങിൽ, അല്ലെങ്കിൽ കുറച്ച് ഗ്ലോ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഡ്യൂയി ലുക്കൊക്കെ നമുക്ക് കിട്ടുന്ന രീതിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഫ്ലൂയിഡ് ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സീറോ വൈറ്റ് കാസ്റ്റ് എന്ന് തന്നെ പറയാം. എനിക്ക് ഇന്നേ വരെ ഇത് യൂസ് ചെയ്തിട്ട് വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെ ഫീൽ ആയിട്ടേ ഇല്ല. അപ്പോൾ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീനാണിത്. പിന്നെ അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഇല്ല, പിന്നെ അതുപോലെ തന്നെ അത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അബ്സോർബ് ആവും. അതായത് ബാക്കി സൺസ്ക്രീനെ പോലെ ഇങ്ങനെ ഇട്ട് നമ്മളിങ്ങനെ തേക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് അപ്പം തന്നെ ഇത് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നോർമൽ ടു ഓയിലി സ്കിൻ എന്തായാലും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒരു നല്ലൊരു ഡ്യൂയി ഫിനിഷ് കിട്ടും, നമ്മുടെ ഫേസ് ഭയങ്കര ഗ്ലോ ലുക്ക് അങ്ങനെയൊക്കെ തരുന്നുണ്ട് ഈ ഒരു സൺസ്ക്രീൻ. അപ്പോൾ ഇതിൻ്റെയും കൺസിസ്റ്റൻസി നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ വിഷ് കെയറിനെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫ്ലൂയിഡ് ടൈപ്പാണ്. ഇപ്പം നമ്മൾ ഈ പാല് പോലെ ഇരിക്കുന്ന സൺസ്ക്രീൻ എന്നൊക്കെ പറയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും. അങ്ങനെ ഒരു വൈറ്റ് കാസ്റ്റോ കാര്യമൊന്നും ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കൂല, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും കേട്ടോ. ഒരു നമ്മളിപ്പോൾ മുഖത്ത് ഇങ്ങനെ വെള്ളമൊക്കെ വെച്ച് തേക്കുന്ന രീതിക്കാണ്, പെട്ടെന്ന് തന്നെ അങ്ങ് അബ്സോർബ് ആയിക്കോളും. ചെറുതായിട്ടൊരു ഗ്ലോ ടച്ച് തരുന്നുണ്ട്, അതായത് ഒരു ഓയിലി ലുക്ക് തരുന്നുണ്ട്. പക്ഷെ എന്ന് കരുതി ഫേസ് വല്ലാണ്ട് ഓയിലി ആക്കുന്നല്ല. അപ്പം എന്താ പറയുക, കുറച്ചൊരു ഗ്ലോ ലുക്ക്, ഒരു ഡൂയി ഫിനിഷാണ് തരുന്നത്, ഒരു മാറ്റ് ഫിനിഷ് അല്ല. പക്ഷെ ഓയിലി സ്കിന്ന് നന്നായിട്ട് തന്നെ അത് സ്യൂട്ടാവും. ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ ഡെർമാക്കോൻ്റെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാ ജെല്ലാണ് ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ കുറേ റിവ്യൂസ് കാര്യങ്ങൾ കണ്ടിരുന്നു, അതുപോലെ തന്നെ കുറച്ച് കമൻസും കണ്ട കാരണമാണ് ഞാൻ ഇത് മേടിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇതും അതുപോലെ തന്നെ നോർമൽ ടു ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ്. അതേപോലെ SPF 15 ആണ്, 50+ അല്ല, SPF 15 ആണ്, PA+++ ഉണ്ട്. അതുപോലെ തന്നെ ഹൈലറോണിക് ആസിഡ്, വൈറ്റമിൻ ഇ ഉണ്ട്, പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പിന്നെ ആൻറ്റി പൊല്യൂഷൻ ഫാക്ടർ, UVA UVB+ ഫോട്ടോ സ്റ്റേബിൾ ഒക്കെ ഉണ്ട്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇതും വല്ലാണ്ട് ഒരു ഹെവി കൺസിസ്റ്റൻസി അല്ല, കുറച്ച് ഫ്ലൂയിഡ് ടൈപ്പാണ് എന്ന് കരുതി ഭയങ്കര ഫ്ലൂയിഡ് അല്ല, ഭയങ്കരമായിട്ട്
തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല, ഒരു ജെൽ ടൈപ്പിലാണ് ഇതുള്ളത്. ഇതും പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർബ് ആവും. 0 വൈറ്റ് കാസ്റ്റ് ആണ്. വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ലാത്ത ഒരു സൺസ്ക്രീൻ ആണ് ഇത്. ഇതിന് വന്നിട്ട് അങ്ങനെ വല്ലാണ്ട് ഓയിലി ലുക്കോ അതൊന്നും ഇല്ല കേട്ടോ. വല്ലാണ്ട് ഓയിലി ലുക്ക് ഇല്ലാത്തൊരു സൺസ്ക്രീൻ ആണ് ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെയും കൺസിസ്റ്റൻസി നമുക്ക് നോക്കാം. നമ്മുടെ ധർമാക്കോൻ്റെ സൺസ്ക്രീൻ നോക്കാം. ഇതും നമ്മുടെ വിഷ് കെയറിൻ്റെ പോലെ ഒരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയാണ്, പക്ഷേ അതിൻ്റെ അത്രയല്ല, അതിനേക്കാൾ ഇതാ കുറച്ചൊരു തിക്കായിട്ടുണ്ട് എന്ന് കരുതി ഭയങ്കര തിക്കൊന്നുമല്ല. ഒരു ജെൽ ടൈപ്പ് എന്നും പറയാം, പക്ഷേ ഫ്ലൂയിഡ് ടൈപ്പ് എന്നും പറയാം. ഇതും വിഷ് കെയർ പോലെ തന്നെ പെട്ടെന്ന് അബ്സോർബ് ആവുന്ന രീതിക്കുള്ളൊരു സൺസ്ക്രീനാണ്. 0 വൈറ്റ് കാസ്റ്റ് എന്ന് തന്നെ പറയാം. ഇതും ഫ്ലൂയിഡ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വിഷ് കെയറിനെ പോലെ തന്നെ ചെറിയൊരു ഡ്യൂവി ലുക്ക് തരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര മാറ്റ് ഫിനിഷ് ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ അല്ലെങ്കിൽ വിഷ് കെയർ, ഡോട്ട് ആൻഡ് കീ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് എന്തോ ഒരു ഭയങ്കര ഒരു ഫിനിഷാണ് കിട്ടുന്നത്. ഒരു ഗ്ലോ ഫിനിഷ് പോലെയാണ്. ചെറുതായിട്ടൊരു നോൺ ഓയിലി ഫിനിഷ് ഉണ്ട്, എന്നാലും ചെറുതായിട്ട് നമ്മളിപ്പം ഈ ഒരു ചെറിയ ടൈപ്പിലൊക്കെ ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിലി സിറൊക്കെ യൂസ് ചെയ്തൊരു ഫീൽ ഉണ്ടാവും. പക്ഷേ നേരത്തെ ഭയങ്കര ഓയിലി ലുക്കൊന്നും ഇല്ല. ഓയിലി സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സൺസ്ക്രീനാണ് ഈ ഒരു ധർമാക്കോൻ്റെ സൺസ്ക്രീൻ. ഇപ്പം നിങ്ങൾക്ക് എക്സ്ട്രീം ഓയിലി സ്കിൻ അല്ലെങ്കിൽ ഒരു നോർമൽ ടു ഓയിലി സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഈ 4 സൺസ്ക്രീനാണ്. അതായത് വിഷ് കെയറിൻ്റെ, ധർമാക്കോൻ്റെ, ഡീകൺസ്ട്രക്റ്റിൻ്റെ, അതുപോലെ തന്നെ ഡോട്ട് ആൻഡ് കീ. അപ്പോൾ ഈ 4 സൺസ്ക്രീനാണ് ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് നല്ല ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടായി. കാരണം ഇത് 4നും 0 വൈറ്റ് കാസ്റ്റ് ആണ്. വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ല. അപ്പോൾ ഡീകൺസ്ട്രക്റ്റിന് ഒരു ചെറിയ രീതിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോണ്ട്, എന്നാൽ പിന്നെ അതിന് വൈറ്റ് കാസ്റ്റ് ഇല്ല, നല്ല രീതിക്ക് തന്നെ മാറ്റ് ആക്കും. പക്ഷേ ഈ ഡീകൺസ്ട്രക്റ്റ് ഡ്രൈ സ്കിൻ ഉള്ളവരൊന്നും യൂസ് ആക്കാതിരിക്കുക, കാരണം സ്കിൻ ഒന്നുകൂടെ ഡ്രൈ ആക്കും. നോർമൽ ടു ഓയിലി സ്കിന്നിന് മാത്രമേ ഈ ഒരു ഡീകൺസ്ട്രക്റ്റ് സ്യൂട്ട് ആവുള്ളൂ. ബാക്കി 3ഉം എനിക്ക് തോന്നുന്നു എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ സ്യൂട്ട് ആവുന്നതായിരിക്കും. പിന്നെ എക്സ്ട്രീമലി ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർ യൂസ് ആക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു 4 സൺസ്ക്രീനാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം, നിങ്ങൾക്ക് നല്ല ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. കാരണം സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഓവർ നമ്മൾ സ്കിന്നിൻ്റെ പുറത്ത് കൊടുക്കുന്ന ഒരു ഷീൽഡ് പോലത്തെ ഒരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ പോഴ്സിനകത്തോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ വെച്ച് നിങ്ങളുടെ പോഴ്സൊക്കെ ലോക്കാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ ചില സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മോർണിംഗിൽ ഭയങ്കര ഓയിലി ടച്ചുള്ള സിറംസ് ഒന്നും യൂസ് ആക്കാതിരിക്കുക. അപ്പം അത് ഭയങ്കരമായിട്ട് ഓയിലി ലുക്കാക്കും. ഇപ്പം മിനിമലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഓയിലി ടച്ചുള്ള പ്രൊഡക്ട്സ് ഒന്നും മോർണിംഗിൽ യൂസ് ആക്കാതിരിക്കുക. അതേപോലെ നിങ്ങളിപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്, ഇപ്പം നിങ്ങൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് അത് ഡ്രൈ ആയതിനു ശേഷം മാത്രം, അതായത് മോയ്സ്ചറൈസർ ഇട്ടൊരു 1 to 2 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് അതൊന്ന് ഡ്രൈ ആയി അല്ലെങ്കിൽ സ്കിന്നിലോട്ട് ഫുള്ളി അബ്സോർബ് ആയി എന്ന് തോന്നിയ സമയത്ത് മാത്രമായിരിക്കണം നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ നിങ്ങൾ പുറത്തോട്ട് വെളിയിലോട്ട് അപ്പം തന്നെ ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് സ്വെറ്റായിട്ട് ഫുള്ള് ഒലിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സൺസ്ക്രീൻ നിങ്ങൾ പുറത്ത് പോകുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നെങ്കിലും അപ്ലൈ ചെയ്യണം. എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി അതിനുശേഷം ഭയങ്കര സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സൺസ്ക്രീൻ നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയതിനു ശേഷം ഒന്ന് പൗഡർ വെച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്വെറ്റായിട്ട് പോവില്ല. അതായത് സൺസ്ക്രീൻ അങ്ങനെ ഭയങ്കര ഒരു ഓയിലി ഫീൽ നമുക്ക് കിട്ടൂല. അപ്പോൾ പൗഡർ വെച്ചൊക്കെ ഒന്ന് സെറ്റാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ യൂസ് ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നത് മാത്രം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം പലർക്കും ചിലപ്പോൾ പല എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ.